അങ്ങനെ ഏട്ടൻ മലയ്ക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഏട്ടൻ ഈവനിങ്ങോടുകൂടെ വീടെത്തിയിട്ടുണ്ട്. അതായത് തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു മാലയൊക്കെ അയച്ചത്. പിന്നെ വീട്ടിലേക്ക് രാത്രിയോടുകൂടിയാണ് വന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, കുറേ നാൾ കൊണ്ട് എൻ്റെ മോൻ ആഗ്രഹിച്ചതാണ് അവനൊരു ഫുട്ബോൾ കോച്ചിങ്ങിന് പോകണം. അപ്പോൾ നമ്മളത് ചേർത്താമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ട അക്സസറി കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ എന്നോട് നേരെ വണ്ടി ഞാൻ സർവീസിന് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയി നേരെ അതൊക്കെ എടുത്തിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യും, ഞാനും മോനും കൂടെ ബസ്സിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ ടൗണിലെത്തി ഏട്ടൻ ഞങ്ങളെ പിക്ക് ചെയ്ത് നേരെ സ്പോർട്സ് പാർക്കിലാണ് പോയത്. അവിടെ പോയി അവന് വേണ്ട ഷൂ, സോക്സ്, അതുപോലെ തന്നെ ഷിങ്കാഡോ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. എല്ലാം സാറോട് വിളിച്ച് അപ്പോൾ ചോദിച്ചിട്ടാട്ടോ നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച ബ്രാൻഡ് കിട്ടിയില്ല. പിന്നെ കമ്പനി സാധനം നോക്കി അവരെടുത്തു തന്നു. അവന് ഇഷ്ടപ്പെട്ട കളറിൽ അവൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇട്ട് നോക്കിയിട്ട് എടുത്തു കേട്ടോ. അപ്പം പിന്നെ അടുത്ത ചേച്ചിയാണെങ്കിൽ ഏട്ടനെ നല്ല സപ്പോർട്ടായിട്ട് അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ സൗകര്യത്തിന് നോക്കിയെല്ലാം ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് അവർ പാക്കൊക്കെ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമല്ലേ, അപ്പോൾ അതൊക്കെ അവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം, ത്രില്ലിംഗ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ വാദോരാതെ അവൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കും അത് കണ്ടപ്പോൾ സന്തോഷമായി. കാരണം നമ്മൾ ഇപ്പോൾ സിറ്റുവേഷൻ കാരണം ഇപ്പോൾ വേണ്ട പിന്നെ ചേർത്താന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെൻഡിങ്ങിന് വെച്ച കാര്യമായിരുന്നു. പിന്നെയും താമസിച്ചാൽ ചിലപ്പോൾ ഇനി അവന് വല്ലാണ്ട് വിഷമമാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചേർത്താമെന്ന് വിചാരിച്ചു. നമ്മൾ നേരെ പെട്രോൾ പമ്പിലാട്ടോ പോയത്. സർവീസ് കഴിഞ്ഞിട്ട് പെട്രോളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു. പിന്നെ കുറേ നേരം വണ്ടിയുടെ ഭംഗി ഞാൻ ആസ്വദിച്ചു. കാരണം 2 ദിവസം കഴിഞ്ഞാൽ പൊടിയൊക്കെ ആയിട്ട് ആ ഭംഗി പോകുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് പൂജിക്കാമെന്ന്. ഞാൻ ഇവിടെ ഏട്ടൻ വണ്ടി സർവീസിന് കൊടുത്തത്. ഏട്ടൻ വണ്ടി എടുത്തതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ഏട്ടൻ്റെ ഇത് നെയ്യായിട്ട് പ്രസാദം വാങ്ങിച്ചു അയ്യപ്പൻ്റെ. അത് കുറച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുവന്ന ടോയ്സും അതുപോലെ തന്നെ കുട്ടിക്ക് വളയും മാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് അതൊക്കെ കാണിച്ചു. പിന്നെ കുഞ്ഞുമോന് ചെറിയ ടോയ്സ് ഏട്ടൻ കൊണ്ടുവന്നു. അവന് അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അവന് തൊട്ടിയിൽ തൂക്കാനായിട്ട് ഏട്ടൻ കൊണ്ടുവന്നത്. കുറേ നേരം അവൻ്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ. പിന്നെ കുട്ടികൾ ആ ടോയ്സൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അതിനെ പൊടിച്ച് പപ്പടമാക്കുന്ന പോലെ കാണിക്കൽ. പിന്നെ മോൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വോയിസ് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ കാറ്റുകാലം മാറാതെ എനിക്ക് അതും മാറും തോന്നുന്നില്ല. കാരണം എൻ്റെ വോയിസ് ഭയങ്കര, എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ രാവിലെ ആട്ടോ ഞാൻ പ്രസാദം എല്ലാവർക്കും കൊടുത്തത്. നമ്മളിങ്ങനെ അയ്യപ്പൻ്റെ അവിടെ നിന്ന് പോയിട്ട് വന്നാൽ ഇങ്ങനെ നമ്മൾ പ്രസാദം എല്ലാവർക്കും അയൽ വീട്ടിൽ കൊടുക്കും. ഇതുപോലെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.